അമ്മമാരുടെ ചാനലാണ് ഷുട്ടൂസ് ബ്ലോഗ്. ഇത് കോവൂർ വിഷ്ണു ക്ഷേത്രം, കോഴിക്കോട്. അവിടെയുള്ള ഉടയാടയാണിത്, കൃഷ്ണനുള്ള ഉടയാടയാണ്. കണ്ട, ഇതെല്ലാം കണ്ട ഓരോ ദിവസവും മാറി മാറി ഉടയാട അടിക്കുന്ന സ്ത്രീയാണിത്. കണ്ട, വ്രതമെടുത്തിട്ടാണ് അടിക്കാറ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരിക. കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പറും കാര്യമെല്ലാം ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഇവിടെയാണ് ഓരോ ദിവസവും മാറി മാറി അടിച്ച് കൊടുക്കുന്നതാണ്. ഉണ്ടല്ലേ? ഇനി അവർക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കൂ. 4 വർഷമായി ഭഗവാൻ ഉടയാട തയ്ക്കുന്നു. വ്രതമെടുത്തിട്ടാണ് തയ്ക്കുന്നത്. എല്ലാ ഭക്തരും ഓരോരോ ദിവസവും മാറി മാറി ചാർത്തുന്നുണ്ട്. പിന്നെ വ്രതം എടുത്തിട്ടാണ്. ഭഗവാന്റെ ചൈതന്യമുണ്ട്. എനിക്ക് അനുഗ്രഹം കിട്ടിയത്, ഭഗവാനിലുള്ള അനുഗ്രഹം കിട്ടിയതാണ് എനിക്ക് പിന്നെ ഉടയാട തയ്ക്കാനുള്ള. അത് ഈ അമ്പലത്തിൽ തന്നെ ഇവിടെ എല്ലാ ദിവസവും ഉണ്ട്. വിഷ്ണു ക്ഷേത്രം, പിന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രം, കരീശ്ശേരി വിഷ്ണു ക്ഷേത്രം, ബാലശ്ശേരി, അങ്ങനെ പല അമ്പലങ്ങളൊന്നും വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഗുരുവായൂർ കണ്ണന് വരെ ഇവിടുന്ന് ഭക്തർ കൊണ്ടുപോകാറുണ്ട്. ഇത് ഭയങ്കര ഒരു മഹാവിഷ്ണു ക്ഷേത്രമായി മാറിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ബുക്ക് ചെയ്യാം. നമ്പർ ഒന്ന് പറഞ്ഞാൽ. എൻ്റെ കോണ്ടാക്ട് നമ്പർ 94 പേര് തങ്കമണി. മകനാണ് ഇതിൻ്റെ ഏറ്റവും ആദ്യമായിട്ട് മകനാണ് പറഞ്ഞ അമ്മേ നിങ്ങൾ ഒരു ഉടയാട് അടിച്ചു കൊടുക്കുക. അതോട് കൂടിയിട്ട് ഭക്തർ പറയാൻ തുടങ്ങി എനിക്ക് വേണം എന്ന് പറഞ്ഞ് 4 വർഷമായി ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഇനി 2026 മാർച്ചിലേക്കേ ബുക്കിംഗ് ഉള്ളൂ. 2026 മാർച്ചിലേക്ക് അത്ര വരെ ബുക്കിംഗ് ആയി. പിന്നെ അതുപോലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മുക്കട്ട് വെള്ളിയും മുക്കട്ട് ചൊവ്വയും വർഷങ്ങളോളം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പല ഇതിലും. പിന്നെ എൻ്റെ കൂടെ നിന്ന് സഹായിക്കുന്ന ഒരു വൃന്ദ എന്ന് പറഞ്ഞവരുണ്ട്. എനിക്ക് അവരെ വിളിക്കണം എന്നുണ്ടായിരുന്നു കൂടെ നിൽക്കാൻ. ഇത് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. ഇതാണ് എല്ലാവരും ഇതില്ലേ, എല്ലാം കൊണ്ടും ഐശ്വര്യപൂർണമാണ് അവരുടെ ജീവിതമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സങ്കടം പറഞ്ഞിട്ട് ഭഗവാൻ തന്നൊരു അനുഗ്രഹമാണ്. നോൽപ്പെടുത്തിട്ട് എല്ലാവിധ നോൽപ്പോടും കൂടിയിട്ട് 4 വർഷമായി ഇഷ്ടങ്ങളൊക്കെ വെടിഞ്ഞിട്ട് ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുന്ന കാര്യമാണ്. കണ്ടില്ലേ, അമ്മമാരെല്ലാവരും കേൾക്കുക. ഈ ഭക്ത പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രമിക്കുക. അത്രയ്ക്കും പേര് കേട്ട ഒരു ക്ഷേത്രമാണ് കോഴിക്കോട് വിഷ്ണു ക്ഷേത്രം. കോവൂരാണ്. ഇരിങ്ങാടൻപള്ളി വിഷ്ണു ക്ഷേത്രം. ഇരിങ്ങാടൻപള്ളി മഹാവിഷ്ണു ക്ഷേത്രമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വളരെ അടുത്തുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ കഴിയുന്നതും അമ്മമാരെ എത്തി അനുഗ്രഹം തരാൻ ഞാൻ അപേക്ഷിക്കുകയാണ് എല്ലാവരോടും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. സുജിത ഗിരീഷ് ബാബു.